ഹായ് ഓൾ, ഒരു ബിസിനസ് മോട്ടിവേഷണൽ സ്പീക്കർ, ഒരു കിണ്ണം കാച്ചിയ ബിസിനസ് മോട്ടിവേഷണൽ സ്പീക്കറെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകെ കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. അത് മോശമായിപ്പോയി അല്ലേ? ഇങ്ങനെ ആരാന്നറിയൂ? എനിക്കറിയത്തില്ല. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കാം. ഇപ്പം ആര് വൈറലായാലും ആദ്യം തപ്പുന്നത് ഇൻസ്റ്റാഗ്രാമിലാണല്ലോ. സോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നോക്കാം. അപ്പം അനിൽ ബാലചന്ദ്രൻ എന്ന് അടിച്ചു കൊടുത്തപ്പോഴത്തേക്കും ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ ഒഫീഷ്യൽ എന്നൊരു അക്കൗണ്ടാണ് വന്നത്. 38.7K കണ്ട് ഉണ്ട്. അപ്പം അതിൻ്റെ പ്രൊഫൈൽ നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത് അനിൽ ബാലചന്ദ്രൻ കിങ് മേക്കർ, ദ കിങ് മേക്കർ. കിങ് എന്നിടാത്തത് ഭാഗ്യം, യജാതി SP. അപ്പം എന്തായാലും അയാളുടെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ ദ കിങ് മേക്കർ. ദ കിങ് മേക്കറിന് ഡോക്ടറേറ്റ് കിട്ടു അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ദ കിങ് മേക്കർ, ഹൈ ടിക്കറ്റ് സെയിൽസ്, പ്രോഫിറ്റ് ഈസ് ദ ഓൺലി കിങ് ഇൻ ബിസിനസ്. നിങ്ങൾക്ക് ഡോക്ടറേറ്റ് കൊടുത്താരാ? ബിസിനസ്സിനായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റിനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയ ആളെ എനിക്കിപ്പോൾ ആ കൊടുത്ത യൂണിവേഴ്സിറ്റി ഏതാണെന്ന് എനിക്കറിയണം. പ്രോഫിറ്റാണ് ഒരു ബിസിനസ്സിൻ്റെ കിങ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് എനിക്കറിയണം. ഇതിന് ഡോക്ടറേറ്റോ MBAയോ ഒന്നും വേണ്ട. +2 കൊമേഴ്സാണോ എടുത്തിരിക്കുന്നത് എങ്കിൽ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അത് മര്യാദയ്ക്ക് നേരാവണ്ണം പഠിച്ചിരുന്നെങ്കിൽ ഇമാതിരി ആനമണ്ടത്തരം ഇവിടെ എഴുതി വയ്ക്കത്തില്ലായിരുന്നു. എനിക്കിപ്പം സഹതാപം തോന്നുന്നത്, ഇത് വേറെ ഒന്നും കണ്ടിട്ടല്ല, ഈ ഒരു പ്രൊഫൈൽ കണ്ട ഉടനെ എനിക്കിത് ഏറ്റവും കൂടുതൽ സഹതാപം തോന്നുന്നത് ഇങ്ങയുടെ കയ്യിൽ നിന്ന് മോട്ടിവേഷൻ കിട്ടിയിട്ടുള്ള ആ ഒരു ബിസിനസ്സുകാരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇജാതി ഒരു മോട്ടിവേഷണൽ സ്പീക്കറെ. അപ്പോൾ ഇങ്ങേരിപ്പം എയറിലാവാനായിട്ട് ഒരു കാരണമുണ്ട്. ഇങ്ങേരെ ഞാൻ അറിയുന്നത് തന്നെ ഇപ്പം കുറച്ച് സമയമായിട്ട് സോഷ്യൽ മീഡിയസിലെല്ലാം, യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഇങ്ങേരുടെ ഒരു വീഡിയോ ആണ് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സോ അത് വൈറലാകുന്നത് എവിടെ വച്ചിട്ടാണ്? കോഴിക്കോട്ട് നടന്ന ഒരു ബിസിനസ് മീറ്റിൽ, ഈ ബിസിനസ്സുകാരെല്ലാവരും കൂടുന്ന ഒരു ഫംഗ്ഷനിൽ മോട്ടിവേഷണൽ സ്പീച്ച് നടത്താനായിട്ട് വിളിച്ച വ്യക്തിയാണ് ഇദ്ദേഹം, ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ എന്ന മോട്ടിവേഷണൽ സ്പീക്കർ. ഇങ്ങനെ അവിടെ വന്നത് തന്നെ 1 മണിക്കൂർ വൈകിട്ടാണ്. എന്നിട്ട് നല്ല കിണ്ണം കാച്ചിയ മാസ് സ്പീച്ചാണ് അവിടെ നടത്തിയത്. അതായത് ഒരു ബിസിനസ് മോട്ടിവേഷണൽ സ്പീക്കർ പങ്ക്ച്വാലിറ്റി, ഏതൊരു കാര്യത്തിലും വിജയിക്കാനായിട്ട് ആദ്യം വേണ്ടത് പങ്ക്ച്വാലിറ്റിയാണ്. അവിടെ ആദ്യത്തെ മോട്ടിവേഷൻ അങ്ങേര് കൊടുത്തത് കറക്റ്റ് ടൈമിന് അവിടെ വരിക എന്നുള്ളതാണ്. പറഞ്ഞിരുന്ന സമയത്തിനെക്കാട്ടി 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അങ്ങേര് ആ ഒരു പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം നടത്തിയ ഗംഭീര സ്പീച്ച് എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഗംഭീര സ്പീച്ച്. അവിടെ ഇരിക്കുന്ന ബിസിനസ്സുകാരെല്ലാം കൂടി കൈയടിച്ചടിച്ചടിച്ച് അങ്ങേര് അതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ടോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സ്പീച്ച് ആദ്യം മുതലൊന്ന് കേട്ട് നോക്കാം. കിണ്ണം കാച്ചിയ സ്പീച്ച് ഇടാം. നിങ്ങൾ മോട്ടിവേറ്റഡ് ആണ് ഉറപ്പ്. തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകെ കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. ചേട്ടാ എന്തിനാ ചേട്ടാ ഇടയ്ക്കേറെ സംസാരിച്ച്? അങ്ങേര് തന്നെ വായി തോന്നിയത് എന്തൊക്കെയോ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബിസിനസ്സുകാരെ എന്തിനാണ് തെണ്ടിന്ന് വിളിച്ചത്? ഇതിപ്പോൾ കസ്റ്റമേഴ്സിനെയാണോ ഇങ്ങനെ തെറി വിളിച്ചത്, ബിസിനസ്സുകാരെയാണോ? ഓക്കെ, ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഞങ്ങൾ വേണം തൊഴുവാനായിട്ട്. ഈ ചേട്ടന് വേണം ആദ്യത്തെ മോട്ടിവേഷൻ കൊടുക്കാം. മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി സ്പീച്ച് നടത്തിയ ഇങ്ങേർക്ക് ആദ്യത്തെ ഒരു മോട്ടിവേഷൻ കൊടുക്കണം. ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കണം, ബിസിനസ്സിൽ പ്രോഫിറ്റ് അല്ല കിങ്, കസ്റ്റമറാണ്. കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ ഇല്ലെങ്കിൽ ഒരു പ്രോഫിറ്റും മണ്ണാങ്കട്ടയും ഒരു ബിസിനസ്സിനും കിട്ടാൻ പോകുന്നില്ല. കസ്റ്റമറിന് ഇഷ്ടപ്പെടണം എന്ത് കാര്യമായാലും. ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന വീഡിയോ ആയാലും യൂട്യൂബിൽ ഇങ്ങനെ തുരുതുരാന്ന് വരുന്ന വീഡിയോസ് ആണെങ്കിലും വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടണം, എങ്കിലേ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒക്കെ വരൂ, ആ ഒരു ചാനൽ മുന്നോട്ട് പോകും. അതിപ്പോൾ ഏതൊരു ബിസിനസ്സിനായാലും ഒരു പർട്ടിക്കുലർ കസ്റ്റമർ കാണും. ആ ഒരു കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് മുൻപോട്ടുള്ള യാത്ര വളരെ പ്രയാസകരമായിരിക്കും. പ്രോഫിറ്റ് അല്ല, മണ്ണാങ്കട്ട കിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു മോട്ടിവേഷൻ അതിന് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പുള്ളിയെ വെയിറ്റ് ചെയ്യണം. പുള്ളി കിങ് മേക്കറാണ്. ഇവിടെ ബിസിനസ്സുകാർ കസ്റ്റമേഴ്സിനോട് തെണ്ടുവാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. വളരെ വലിയൊരു ബിസിനസ് മോട്ടിവേഷണൽ സ്പീക്കറാണ്. ബിസിനസ്സുകാരെ എങ്ങനെ വളർത്താൻ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ്. മതിയായി ചേട്ടാ, ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം, ഒന്ന് പോയി തരുമോ പ്ലീസ്? ചേട്ടന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഇത് കേൾക്കുന്ന ബിസിനസ്സുകാരെ അല്ലാത്ത ആൾക്കാർ പോലും ചിലപ്പോൾ പുള്ളിയെ കണ്ടാൽ ഞാനൊന്നും പറയുന്നില്ല, ബാക്കിയും കൂടെ കേട്ടോക്കെ. തനിക്കെന്താടോ എന്താടോ ഒന്ന് തെണ്ടി നല്ല വിളിച്ചോളൂ. തനിക്കെന്താടോ ബാക്കി കൂടെ കേട്ടോക്കെ. വിളിച്ചോ, ഞാൻ എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ചേട്ടനെ വിളിച്ചോ. ആ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോകും പ്ലീസ്. കോമഡിയാണ് കേട്ടാ അങ്ങേര്. മോട്ടിവേഷണൽ സ്പീച്ച് നടത്താൻ പോയിട്ട് അവിടെ കോമഡി സ്കിറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓ
അടുത്ത കോമഡി സ്റ്റാർസ് അടുത്ത സീസണിൽ വിളിക്കാനായിട്ട് മറക്കരുത് ഇങ്ങനെ കേട്ടോ. എത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ തീ തീറ്റിക്കുന്ന 6 മണി കഴിഞ്ഞ് ആങ്ങളമാരെല്ലാം തീ തീറ്റിക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ പണ്ട് ടിക്ടോക്കിൽ. ഇപ്പം ഈ പുള്ളിയാണ് കേട്ടോ എല്ലാവരും തീ തീറ്റിക്കുന്നത്. അടിപൊളി. അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പോൾ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ. ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയ്ക്ക് ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരന് ഈ ഒരു പ്രോഗ്രാം നടത്താനുള്ള പൈസ മുൻകൂറായിട്ട് ഇതിൻ്റെ സംഘാടകർ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെറ്റത്തരവും നാരത്തരവും പറയും, ആരും ചോദിക്കാൻ വരരുത് എന്നൊരു അർത്ഥത്തിലാണ് പുള്ളിക്കാരൻ അവിടെ സംസാരിക്കുന്നത്. ഒരു ബിസിനസ് മോട്ടിവേഷൻ നടത്താൻ വന്ന ആളുടെ ഒരു ഹെവി മോട്ടിവേഷനാണ് ഇവിടെ കേട്ടത്. എൻ്റെ അമ്മോ, ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടല്ലോ. ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരുത്തനും ഇങ്ങേര് എയറിൽ കയറരുതെന്ന് ആഗ്രഹിക്കത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞ് ഇങ്ങേരെ എല്ലാവരും ഇങ്ങനെ എയറിലോട്ട് കയറ്റി ഇവിടുന്ന് കാണുമ്പോഴത്തേക്ക് ഉള്ളിലൊരു സാറ്റിസ്ഫിക്കേഷനാണ്. കാരണം ഇതേപോലൊരു മീറ്റിനെ വിളിച്ചിട്ട് ഇത്തരത്തിൽ പബ്ലിക്കായിട്ട് കയറി നിന്നിട്ട് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ എന്നാണ് ഇതിനെ പുള്ളിക്കാരൻ പേരിട്ട് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു സംഭവം കാണിക്കാനായിട്ട് ചങ്കൂറ്റം ഉള്ള ഒരാൾക്ക് കിട്ടേണ്ട ഒരു അവാർഡ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന ഊക്കുകളല്ല. ആനമണ്ടത്തരമാണ് ആ ഒരു പ്രൊഫൈലിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് ഈസ് ദി കിങ് ഓഫ് ബിസിനസ് എന്ന്. എന്തരണ്ണ ഇത് കേട്ടുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പോയവരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് പരിതാപകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഷോ അണ്ണാ, ഇതേപോലെ ഇനി മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ എടുക്കാനായിട്ടുണ്ടോ? എല്ലാവരെയൊന്നും പറയത്തില്ല കേട്ടോ. ഒരുപാട് നല്ല കിടിലൻ കണ്ടന്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില കഴിവുകളുണ്ട്. ആ ഒരു കഴിവുകളെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഉള്ളൊരു സംഭവമാണ് ഈ ഒരു മോട്ടിവേഷൻ സ്പീക്കിങ്ങിലൂടെയൊക്കെ ഉള്ള ഒരു കാര്യം. പക്ഷേ ഇവിടെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗങ്ങളെ ചാടി കൊണ്ടുവന്ന് തല്ലിക്കേണ്ട അവസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞത് നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ അല്ല കേട്ടോ. ഇത്തരത്തിലുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അവർക്കും കൂടി ഉള്ളൊരു അപമാനമാണ്. സോ ഇത് കാണിച്ചത് വളരെ പോക്കൃത്തരമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം പൈസയും മേടിച്ച് വച്ചിട്ട് അവരുടെ ആ ഒരു പ്രോഗ്രാമും കുളവാക്കി. എന്നിട്ട് ഇത്തരത്തിലുള്ള ഡയലോഗുകളും എൻ്റെ പൊന്നോ, എങ്ങനെയടേ? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി കസ്റ്റമറോടും മാന്യമായിട്ട് ഇടപെടുന്ന ബിസിനസ്സുകാരെയൊക്കെ തെണ്ടികൾ എന്ന് വിളിക്കുന്ന ഒരു മോട്ടിവേഷണൽ, അതും ബിസിനസ് മോട്ടിവേഷണൽ സ്പീക്കറെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണിച്ചു തന്ന സോഷ്യൽ മീഡിയയ്ക്ക് താങ്ക്സ്.